ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. വീട്ടിൽ ഈസി ആയിട്ട് നമുക്ക് ബീറ്ററും ഓവനും ഒന്നും ഇല്ലാതെ നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും. മാത്രമല്ല നമ്മളിതിൽ മുട്ടയും ചേർത്തിട്ടില്ല. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു പ്ലം കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കാരമലൈസ് ആക്കി എടുക്കണം. അപ്പോൾ ഇതാ കാരമലായി ഒന്ന് പതഞ്ഞ് വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുള്ള അതേ കപ്പിന് 1 കപ്പ് വെള്ളം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറേശ്ശെയായിട്ട് ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിളപ്പിച്ച് അതൊന്ന് മാറ്റിയെടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പിസ്ത, അണ്ടിപ്പരിപ്പ്, 2 തരം മുന്തിരി എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറീസും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മളിത് വേറെ സോക്ക് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താലും മതി. അപ്പോൾ ഇത് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം നമ്മളിത് തിളപ്പിച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വറ്റി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കണ്ട. ഇത്രയും മതി. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നല്ലോണം ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാലിലേക്ക് 1 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇനി വേണ്ടത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ പാലിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ പിന്നെ നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള സോക്ക് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇതിലേക്ക് മുഴുവനായിട്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട്. വിസ്ക് ഉപയോഗിച്ചിട്ട് ഞാനിതാ ഇതുപോലെ നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം 1 ടേബിൾ സ്പൂണ് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇനി നമ്മളിതാ കേക്കിൻ്റെ ടിന്ന് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയിലൊന്ന് കോട്ട് ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇഡ്ഡലി ചെമ്പാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനടിയിൽ ചെറിയൊരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. 5 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയ ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ബേക്കിംഗ് ടൈം ഒരു 30 മിനിറ്റാണ്. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് തുറന്ന് നോക്കുക. ആയിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ വെച്ചാൽ നമ്മുടെ കേക്ക് ഇതുപോലെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് ഇതുപോലെ ഒന്ന് ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ നമുക്കിത് ക്ലീനായിട്ട് കിട്ടിയാൽ നമ്മളുടെ കേക്ക് ഇവിടെ പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയൊന്നും ചേർക്കാതെ നല്ല ഈസി ആയിട്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്.
മുട്ട ചേർത്തിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റാണ് നമ്മളുടെ കേക്ക്. അതുപോലെ തന്നെ ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ് നമ്മളിതിലേക്ക് നമ്മളുടെ ഈ ഒരു കേക്കിന് വന്നിട്ടുള്ളത്. അപ്പോൾ അതാ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.